ചരിത്രപ്രസിദ്ധമായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനമായി ആണ്ടുതോറും നടത്തിവരുന്ന ഏവൂർ സംക്രമ വള്ളംകളിയുടെ പ്രധാന ചടങ്ങായ ജലഘോഷയാത്രയും മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിൽ നൽകുന്ന ചരിത്ര പ്രാധാന്യമുള്ള ജലഘോഷയാത്രയ്ക്കുമുള്ള സ്വീകരണവും ഭക്തി നിർഭരമായി നടന്നു. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ സ്മരണ നിലനിർത്തിയാണ് സംക്രമ വള്ളംകളി കർക്കിടകം 1 നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനമായി ആണ്ടുതോറും നടത്തിവരുന്ന ഏവൂർ സംക്രമ വള്ളംകളിയുടെ പ്രധാന ചടങ്ങായ ജലഘോഷയാത്രയും മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിൽ നൽകിയ ജലഘോഷയാത്രയ്ക്കുള്ള സ്വീകരണവും ഭക്തി നിർഭരമായി. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് സംക്രമ വള്ളംകളി കർക്കിടകം 1 പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ടപുഞ്ചയിൽ നടത്തിവരുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിലേക്ക് കരക്കാരുടെ നേതൃത്വത്തിൽ ജലഘോഷയാത്ര ആരംഭിച്ചു. കരിപ്പുഴ ഉള്ളിട്ടപുഞ്ചയിൽ കൂടി വള്ളങ്ങളിൽ ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ കരഘോഷമായി സംഘം പത്തിയൂരിലേക്ക് എത്തി. മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിന് കിഴക്കേക്കടവിൽ ഇവരെത്തിയപ്പോൾ പത്തിയൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരനാഥന്മാർ, കരക്കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് തുഴകളുമേന്തി വഞ്ചിപ്പാട്ട് അകമ്പടിയായി എത്തിയ തുഴച്ചിൽക്കാരെയും കരനാഥന്മാരെയും പൂമാലയും പൊന്നാടയും നൽകി ആചാരപരമായി സ്വീകരിച്ചു. ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികൾ, കരനാഥന്മാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കടവിലെത്തിയ തുഴച്ചിൽക്കാരെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB പ്രശാന്ത് സ്വീകരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി തന്നെ ക്ഷേത്രത്തിന് വലം വെച്ച് തുഴച്ചിൽ സംഘം ഭഗവതിയുടെ കൊടിമരച്ചുവട്ടിൽ വഞ്ചിപ്പാട്ട് അവതരിപ്പിച്ചു. 100 കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.